ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെമ്മറി കോഡ്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകളാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെയും PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ധാരാളം ചോദിക്കാൻ സാധ്യതയുള്ളതും PSCയുടെ ഹോട്ട് ടോപ്പിക്സിൽ പെടുന്ന കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതായത് പട്ടിണി ജാഥ നയിച്ചത് ആരാണെന്നാണ്. പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. AK ഗോപാലൻ പട്ടിണി ജാഥ നയിച്ചത് കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം ചെമ്പഴന്തിയാണ്. സാമിത്തോപ്പിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് സാമിത്തോപ്പ് എന്ന് പറഞ്ഞാൽ വൈകുണ്ഠസ്വാമികളാണ് സാമിത്തോപ്പിൽ ജനിച്ചത്. അതുപോലെ തന്നെ സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് PSC ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘടനയാണ്, സാമൂഹ്യ സംഘടനയാണ് സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836 വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് മുന്തിരിക്കിണർ, തൂവൽ പന്തി കൂട്ടായ്മ എന്നിവയൊക്കെ തന്നെയും വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവ കാര്യങ്ങളും PSC മുൻ വർഷങ്ങളിൽ ധാരാളം ചോദിച്ചിട്ടുണ്ട്. ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ്? ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജിയാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവരാൻ ശ്രമിച്ച ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് പുന്നപ്ര വയലാർ സമരമൊക്കെ നടന്നത്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? ഉപ്പ് സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരിലാണ്. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. കേളപ്പൻ കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം അത് ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്താണ് 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ T പ്രകാശമായിരുന്നു. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് അത് മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം എന്താണ്? അത് മലയാളി മെമ്മോറിയലാണ്. 1904 അധസ്ഥിതർക്ക് വേണ്ടി മാത്രം ഒരു വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? അത് അയ്യങ്കാളിയാണ്. 1904 അധസ്ഥിതർക്ക് മാത്രമായിട്ട് ഒരു വിദ്യാലയം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. ഈ ഭോജനവുമായി ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. അതായത് മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. സമപന്തി ഭോജനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. എന്നാൽ പന്തി ഭോജനം നടത്തിയത് തൈക്കാട്ട് അയ്യയാണ്. എന്നാൽ പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദനാണ്. കയ്യൂർ സമരം നടന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് മാസം 28 പ്രധാന ദേവാലയം വിദ്യാലയമാകണമെന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത്. പ്രധാന ദേവാലയം എന്ന് പറഞ്ഞാൽ വിദ്യാലയം ആകണമെന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് PSC ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഗൗരി പാർവതി ഭായിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924-25 കാലഘട്ടങ്ങളിലാണ്. 603 ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോ ഫ്രാൻസിസ് ആണ്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ കേരള സിംഹം എന്ന നോവൽ രചിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന നോവൽ രചിച്ചത് സർദാർ KM പണിക്കരാണ്. മലബാറിലെ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1916 നടന്നപ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരുന്നത് ആനി ബസൻ്റ് ആയിരുന്നു. അതായത് 1916 ഒന്നാം സമ്മേളനമാണ് നടന്നത്. അത് പാലക്കാട് വെച്ചാണ് നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആനി ബസൻ്റ് ആയിരുന്നു.
മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം രണ്ടാമത് നടന്നത് കോഴിക്കോട് വച്ചായിരുന്നു. അത് 1917 അതിൻ്റെ അധ്യക്ഷൻ CP രാമസ്വാമി അയ്യരായിരുന്നു. മൂന്നാം സമ്മേളനം നടന്നത് തലശ്ശേരി വെച്ചാണ് 1918. നാലാം സമ്മേളനം വടകരയിൽ വെച്ചാണ് നടന്നത്. അഞ്ചാം സമ്മേളനം നടന്നത് മഞ്ചേരിയിൽ വെച്ചാണ് 1920 നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ കസ്തൂരിരംഗ അയ്യങ്കാറായിരുന്നു. കസ്തൂരിരാമ അയ്യങ്കാറാണ് അഞ്ചാം സമ്മേളനം 1920. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയ മലയാളിയാണ് ചേറ്റൂർ സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1797 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമിയെ തരംതിരിച്ചിരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശരിയായ ആൻസർ എത്താൻ സാധിക്കുകയുള്ളൂ. അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമിയെ തരംതിരിച്ചിരുന്നത് ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയായിരുന്നു. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയാണ് തരംതിരിച്ചിരുന്നത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി നടന്നത്. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചതിനെ തുടർന്നുണ്ടായ സന്ധിയാണ്. അതായത് ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ്. കുറിച്യകലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പിയാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ആളാണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞാൽ ഡോക്ടർ KV മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസ് ഡോക്ടർ KV മേനോനുമായി ബന്ധപ്പെട്ടതാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി മാസം 11 വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നയിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.